നിഷ്പ്രയാസം സിക്സുകൾ അടിക്കാൻ കഴിവുള്ളയാൾ, കണ്ണഞ്ചിപ്പിക്കുന്ന ക്യാച്ചുകൾ എടുക്കുകയും എത്ര ദൂരെ നിന്ന് പോലും ഡയറക്റ്റ് ഹിറ്റിലൂടെ റണ്ണൌട്ടാക്കാൻ കഴിയുമായിരുന്ന വേൾഡ് ക്ലാസ് ഫീൽഡർ. മീഡിയം പേസിലൂടെയും ഓഫ് സ്പിന്നിലൂടെയും വിക്കറ്റുകൾ പിഴുതെടുത്ത ബോളർ. അങ്ങനെ ഏതൊരു ക്യാപ്റ്റനും കൊതിക്കുന്ന സ്വപ്നതുല്യമായ കളിക്കാരനായിരുന്നു ഓസ്ട്രേലിയയുടെ ആൻഡ്രൂ സൈമൺസ്. മാച്ച് വിന്നർമാരെ കൊണ്ട് സമ്പന്നമായ ഓസ്ട്രേലിയയുടെ സുവർണ കാലഘട്ടത്തിൽ തൻ്റേതായ സ്ഥാനം നേടാൻ സൈമൺസിന് കഴിഞ്ഞു. റിക്കി പോണ്ടിങ്ങും ആഡം ഗിൽക്രിസ്റ്റും മാത്രമാണ് ഏകദിനത്തിൽ സൈമൺസിനേക്കാൾ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് നേടിയ ഓസ്ട്രേലിയൻ കളിക്കാർ. ക്രിക്കറ്റ് പിച്ചിലെ മികവ് കൊണ്ടും ക്രിക്കറ്റിന് പുറത്തെ വിവാദങ്ങളും കൊണ്ടും സംഭവബഹുലമായ സൈമൺസിന്റെ കരിയറിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടമാണ് ഈ വീഡിയോ. 2003 വേൾഡ് കപ്പിന് മുമ്പ് നടന്ന 54 ഏകദിന മത്സരങ്ങളിൽ 23.81 എന്ന ആവറേജിൽ 762 റൺസ് മാത്രമാണ് സൈമൺസിന് നേടാൻ കഴിഞ്ഞത്. മുൻ ക്യാപ്റ്റൻ സ്റ്റീവോയെ തിരിച്ചുകൊണ്ടുവരണമെന്ന മുറവിളികൾ ഉയർന്നപ്പോഴും സൈമൺസ് വേൾഡ് കപ്പ് ടീമിൽ വേണമെന്ന് വാശി പിടിച്ചത് ക്യാപ്റ്റൻ പോണ്ടിങ് ആണ്. ടീമിലെത്തിയെങ്കിലും പ്ലേയിങ് 11-ൽ സൈമൺസ് ഇറങ്ങാൻ സാധ്യതയില്ലായിരുന്നു. പക്ഷേ മൈക്കൽ ബെവന്റെ പരിക്കും ഡാരൻ ലേമാന്റെ സസ്പെൻഷനും കാരണം പാകിസ്ഥാനെതിരെയുള്ള ആദ്യ മാച്ചിൽ തന്നെ സൈമൺസ് പ്ലേയിങ് 11-ൽ സ്ഥാനം പിടിച്ചു. ടോസ് നേടിയ പാകിസ്ഥാൻ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വസീം അക്രത്തിന്റെ ആദ്യ സ്പെല്ലിൽ തകർന്ന ഓസീസ് 86-ന് 4 എന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് പോണ്ടിങ്ങിന് കൂട്ടായി സൈമൺസ് ക്രീസിലെത്തുന്നത്. ആദ്യ 7 പന്തിൽ സൈമൺസിന് റൺ നേടാനായില്ല. എന്നാൽ പിന്നീട് അബ്ദുൾ റസാഖിന്റെ ഒരു ഓവറിൽ 2 ബൗണ്ടറികൾ സൈമൺസ് അടിച്ചെടുത്തു. സ്കോർ ബോർഡ് 146-ൽ നിൽക്കുമ്പോൾ 53 റൺസ് നേടിയ പോണ്ടിങ് പുറത്തായി. പിന്നീട് എത്തിയ ബ്രാഡ് ഹോഗിനെ കൂട്ടുപിടിച്ച സൈമൺസ് പാകിസ്ഥാനെതിരെ കൗണ്ടർ അറ്റാക്കിംഗ് ബാറ്റിംഗ് പുറത്തെടുത്തു. 60 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച സൈമൺസ് പിന്നീട് ടോപ്പ് ഗിയറിലെത്തി. അക്രമും വഖാറും അക്തറും റസാഖും അഫ്രീദിയും അടങ്ങിയ പേരുകേട്ട പാകിസ്ഥാൻ ബോളിംഗ് നിരയെ തലങ്ങും വിലങ്ങും പായിച്ച സൈമൺസ് 91 പന്തിൽ തൻ്റെ ആദ്യ ഏകദിന സെഞ്ചുറി നേടി. 49-ാം ഓവറിലെ ആദ്യ പന്തിൽ ബീമർ എറിഞ്ഞ വഖാറിനെ അടുത്ത പന്തിൽ ലോങ് ഓണിന് മുകളിലൂടെ സൈമൺസ് സിക്സർ പറത്തി. അതേ ഓവറിൽ വീണ്ടും ബീമർ എറിഞ്ഞ വഖാറിനെ ബോളിംഗ് ക്രീസിൽ നിന്ന് അമ്പയർ പറഞ്ഞുവിട്ടു. അവസാന ഓവർ എറിയാനെത്തിയ അക്രത്തിന്റെ ആദ്യ പന്തിൽ തന്നെ കൂറ്റൻ സിക്സറാണ് സൈമൺസ് വായിച്ചത്. ഓസീസ് ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ 125 പന്തിൽ 18 ഫോറിന്റെയും 2 സിക്സിന്റെയും സഹായത്തോടെ 143 റൺസ് സൈമൺസ് അടിച്ചെടുത്തു. സൈമൺസിന്റെ സെഞ്ചുറി കരുത്തിൽ 310 എന്ന വമ്പൻ ടോട്ടൽ നേടിയ ഓസ്ട്രേലിയ 82 റൺസിന് പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ശ്രീലങ്കയുമായി നടന്ന വേൾഡ് കപ്പ് സെമിഫൈനലിൽ 51 റൺസ് എടുക്കുമ്പോഴേക്കും ഓസ്ട്രേലിയയുടെ ആദ്യ 3 വിക്കറ്റുകൾ നഷ്ടമായി. സൈമൺസ് ഡാരൻ ലേമാനുമായി 4-ാം വിക്കറ്റിൽ 93 റൺസ് കൂട്ടിച്ചേർത്തു. എന്നാൽ തുടർച്ചയായ പന്തുകളിൽ ഓസീസിന് ലേമാന്റെയും ബെവന്റെയും വിക്കറ്റുകൾ നഷ്ടമായി. പിന്നീട് വന്ന ബ്രാഡ് ഹോഗനും ഇയാൻ ഹാർവിക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സൈമൺസ് ഒരറ്റത്ത് നിന്ന് റൺ വാരിക്കൊട്ടി. 118 പന്തിൽ 91 റൺസ് എടുത്ത പുറത്താകുന്ന സൈമൺസ് 212 എന്ന പൊരുതാവുന്ന സ്കോറിലേക്ക് കങ്കാരുകളെ നയിച്ചു. മത്സരം ഓസ്ട്രേലിയ ഡെക്വർത്ത് ലൂയിസ് നിയമപ്രകാരം 42 റൺസിന് ജയിക്കുകയും ഫൈനലിൽ കയറുകയും ചെയ്തു. സൈമൺസ് ആയിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച്. ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി ഓസീസ് തുടർച്ചയായ 2ാം കിരീടം സ്വന്തമാക്കി. ടൂർണമെന്റിൽ 163 എന്ന ആവറേജിൽ 326 റൺസ് നേടിയ സൈമൺസ് അവരുടെ വേൾഡ് കപ്പ് ഹീറോകളിൽ ഒരാളായിരുന്നു. 2005-ലെ നാറ്റ്വസ് സീരീസിൽ ബംഗ്ലാദേശുമായി നടന്ന മത്സരത്തിലായിരുന്നു സൈമൺസ് എന്ന ബോളറുടെ ഏറ്റവും മികച്ച പ്രകടനം നടന്നത്. സൈമൺസ് ബോളിംഗ് എത്തുമ്പോൾ 101-ന് 2 എന്ന ശക്തമായ നിലയിലായിരുന്നു ബംഗ്ലാദേശ്. ആദ്യ ഓവറിൽ കാര്യമായി ഒന്നും ചെയ്യാനായില്ലെങ്കിലും 2ാമത്തെ ഓവറിൽ ഷഹരിയാർ നഫീസിനെയും ക്യാപ്റ്റൻ ഹബീബുൾ ബാഷറിനെയും സൈമൺസ് പുറത്താക്കി. പിന്നീട് അഫ്താബ് അഹമ്മദിന്റെ വിക്കറ്റ് എടുത്ത സൈമൺസ് ഒരു തകർപ്പൻ റിട്ടേൺ ക്യാച്ചിലൂടെ അർദ്ധ സെഞ്ചുറി നേടിയ അഷ്റഫുളിനെയും മടക്കി അയച്ചു. അങ്ങനെ 18 റൺസ് വഴങ്ങി 5 വിക്കറ്റ് എടുത്ത സൈമൺസിന്റെ മികവിൽ 139 റൺസിന് ഓസീസ് ബംഗ്ലാദേശിനെ പുറത്താക്കി. വെറും 26 റൺസിനാണ് അവസാന 8 ബംഗ്ലാദേശ് വിക്കറ്റുകൾ വീണത്. ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ ഓസീസ് വിജയലക്ഷ്യം സ്വന്തമാക്കുകയും ചെയ്തു. 2005 ഡിസംബറിൽ ന്യൂസിലൻഡിനെതിരെ ഹാമിൽട്ടണിൽ നടന്ന ഏകദിനത്തിൽ 50-ന് 3 എന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് സൈമൺസ് ക്രീസിലെത്തുന്നത്. സ്കോർ ബോർഡ് 101-ൽ നിൽക്കുമ്പോൾ 4ാം വിക്കറ്റും ഓസ്ട്രേലിയക്ക് നഷ്ടമായി. പതുക്കെയാണ് സൈമൺസ് തുടങ്ങിയത്. അർദ്ധ സെഞ്ചുറി തേക്കാൻ 72 പന്തുകൾ സൈമൺസിന് വേണ്ടി വന്നു. എന്നാൽ അതിനുശേഷം സൈമൺസ് സ്കോറിംഗ് വേഗം കൂട്ടി. 109 പന്തിൽ സൈമൺസ് സെഞ്ചുറി തികച്ചു. സെഞ്ചുറിക്ക് ശേഷം സൈമൺസിന്റെ ബ്രൂട്ടൽ ഹിറ്റിങ്ങിനാണ് ഹാമിൽട്ടൺ സാക്ഷ്യം വഹിച്ചത്. അനായാസം 6കളും 4കളും സൈമൺസ് അടിച്ചെടുത്തു.
ക്രിസ് കെയ്ൻസ് എറിഞ്ഞ 48-ാം ഓവറിലെ ആദ്യ 3 പന്തുകളും സൈമൺസ് ബൗണ്ടറിക്ക് മുകളിലൂടെ പായിച്ചു. വെറും 125 പന്തിൽ സൈമൺസ് 150 തികച്ചു. 100-ൽ നിന്ന് 150-ലെത്താൻ സൈമൺസിന് വേണ്ടി വന്നത് വെറും 16 പന്തുകൾ മാത്രമായിരുന്നു. സൈമൺസിന്റെ മികവിൽ 322 എന്ന സ്കോർ ഓസ്ട്രേലിയ നേടി. 2 റൺസിനാണ് ഓസീസ് ആ മാച്ച് ജയിച്ചത്. ആ ചെറിയ വിജയ മാർജിൻ സൈമൺസിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് എത്രത്തോളം നിർണായകമായിരുന്നുവെന്ന് തെളിയിക്കുന്നു. ബാറ്റിങ്ങും ബോളിങ്ങും പോലെ തന്നെ മത്സരഫലം നിർണ്ണയിക്കുന്നതിൽ നിർണായകമാണ് ഫീൽഡിങ്ങും. ഫീൽഡിങ്ങിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഫീൽഡർമാരിൽ ഒരാളായിരുന്നു സൈമൺസ് എന്ന് നിസ്സംശയം പറയാം. ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ഫീൽഡർ എന്നറിയപ്പെടുന്ന ജോൺ ഡി റോഡ്സ് ഏറ്റവും മികച്ച 5 ഫീൽഡർമാരെ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ സൈമൺസും ഉണ്ടായിരുന്നു. മറ്റൊരു ലോകോത്തര ഫീൽഡറായ റിക്കി പോണ്ടിങ്ങിന്റെ ടോപ്പ് 5 ലിസ്റ്റിൽ ഒന്നാമതെത്തിയത് സൈമൺസ് ആയിരുന്നു. 2006-ൽ നടന്ന VB സീരീസ് 2ാം ഫൈനലിൽ മിന്നും പ്രകടനമാണ് സൈമൺസ് കാഴ്ചവെച്ചത്. ആദ്യ ഫൈനലിൽ ഓസീസിനെ ശ്രീലങ്ക പരാജയപ്പെടുത്തിയിരുന്നു. രണ്ടാമത്തെ ഫൈനലിൽ 10-3 എന്ന നിലയിൽ ഓസ്ട്രേലിയ പതറുമ്പോഴാണ് ക്യാപ്റ്റൻ റിക്കി പോണ്ടിങ്ങിന് കൂട്ടായി സൈമൺസ് ക്രീസിലെത്തുന്നത്. പോണ്ടിങ് ആണ് ആദ്യം ആക്രമിച്ചു കളിച്ചു തുടങ്ങിയത്. പതുക്കെ സൈമൺസും താളം കണ്ടെത്തി. രണ്ടുപേരും കൂടെ ശ്രീലങ്കൻ ബോളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ചു. 108 പന്തിൽ പോണ്ടിങ് സെഞ്ചുറി തികച്ചപ്പോൾ 101 പന്തിലാണ് സൈമൺസ് 3 അക്കം കടന്നത്. സ്കോർ ബോർഡ് 247 നിൽക്കുമ്പോൾ 124 റൺസ് എടുത്ത പോണ്ടിങ് വീണെങ്കിലും സൈമൺസ് അറ്റാക്കിംഗ് ബാറ്റിംഗ് തുടർന്നു. തൊട്ടടുത്ത ഓവറിലെ ആദ്യ പന്തിൽ തന്നെ മലിംഗ ഭണ്ഡാരയെ സൈമൺസ് സിക്സർ പറത്തി. പിന്നീട് ലോകോത്തര ബോളർമാരായ മുരളിയും വാസും സൈമൺസിന്റെ ബാറ്റിന്റെ ചൂടറിഞ്ഞു. 48-ാം ഓവറിലെ ആദ്യ പന്തിൽ സൈമൺസ് പുറത്താകുമ്പോൾ 127 പന്തിൽ 151 റൺസ് സൈമൺസ് അടിച്ചെടുത്തിരുന്നു. സൈമൺസിന്റെയും പോണ്ടിങ്ങിന്റെയും മികവിൽ 368 എന്ന കൂറ്റൻ സ്കോർ ഓസ്ട്രേലിയ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 201 റൺസിന് ഓൾ ഔട്ടായി. ഉജ്ജ്വല സെഞ്ചുറിയും ശ്രീലങ്കയുടെ 2 വിക്കറ്റുകളും നേടിയ സൈമൺസ് ആയിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച്. 2008-ൽ ഇന്ത്യക്കെതിരെ നടന്ന സിഡ്നി ടെസ്റ്റിൽ 1-ാം ഇന്നിംഗ്സിൽ 134-ന് 6 എന്ന നിലയിൽ ഓസ്ട്രേലിയ തകർന്നു. പിന്നീട് ബ്രാഡ് ഹോഗും സൈമൺസും രക്ഷാപ്രവർത്തനം തുടങ്ങി. സ്കോർ 193-ൽ നിൽക്കുമ്പോൾ ഇഷാന്ത് ശർമ്മയുടെ പന്തിൽ സൈമൺസ് ധോണിക്ക് ക്യാച്ച് നൽകി. പക്ഷേ അമ്പയർ സ്റ്റീവ് ബക്നർ ഔട്ട് വിളിച്ചില്ല. റീപ്ലേയിൽ എഡ്ജ് വ്യക്തമായിരുന്നുവെങ്കിലും DRS സിസ്റ്റം അന്നില്ലായിരുന്നതിനാൽ റിവ്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. അമ്പയറുടെ ആ തെറ്റായ തീരുമാനത്തിന് വലിയ വിലയാണ് ഇന്ത്യക്ക് നൽകേണ്ടി വന്നത്. സൈമൺസ് ഇന്ത്യൻ ബോളർമാരെ കണക്കിന് പ്രഹരിച്ചു. 18 ഫോറിന്റെയും 2 സിക്സുകളുടെയും സഹായത്തോടെ 162 റൺസ് എടുത്ത സൈമൺസ് പുറത്താകാതെ വന്നു. സൈമൺസിന്റെ മികവിൽ 463 എന്ന മികച്ച ടോട്ടൽ 1-ാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ നേടി. 2-ാം ഇന്നിംഗ്സിലും മികച്ച ഫോം തുടർന്ന സൈമൺസ് 61 റൺസ് നേടി. കൂടാതെ 333 എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ 3 വിക്കറ്റുകളും സൈമൺസ് നേടി. സൈമൺസിന്റെ ഓൾറൗണ്ട് മികവിൽ 122 റൺസിന് ഓസീസ് ഇന്ത്യയെ പരാജയപ്പെടുത്തി. ഈ ടെസ്റ്റിലാണ് സൈമൺസിന്റെ കരിയർ തന്നെ മാറ്റിമറിച്ച മങ്കി ഗേറ്റ് എന്ന സംഭവം നടന്നത്. ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സിൽ ഹർഭജൻ സിംഗ് സൈമൺസിനെ മങ്കി എന്ന് വിളിച്ച് വംശീയമായി അധിക്ഷേപിച്ചുവെന്ന് ഓസ്ട്രേലിയൻ ടീം അമ്പയർമാർക്ക് പരാതി നൽകി. ഹർഭജൻ സൈമൺസിനെ മങ്കി എന്ന് വിളിച്ചുവെന്ന് പറയുന്ന സമയം നോൺ സ്ട്രൈക്കർ എൻഡിലുണ്ടായിരുന്ന സച്ചിൻ അങ്ങനെ വിളിച്ചിട്ടില്ല എന്ന് വാദിച്ചെങ്കിലും ഓസ്ട്രേലിയൻ ടീമിന് വേണ്ടി ഹെയ്ഡനും പോണ്ടിങ്ങും ക്ലാർക്കും മങ്കി എന്ന് വിളിച്ചുവെന്ന് സാക്ഷി പറഞ്ഞു. അങ്ങനെ മാച്ച് റഫറി ഹർഭജൻ സിംഗിനെ 3 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് വിലക്കി. ഹർഭജന്റെ വിലക്ക് മാറ്റിയില്ലെങ്കിൽ പരമ്പരയിൽ നിന്ന് പിന്മാറുമെന്ന് ഇന്ത്യൻ ടീം അറിയിച്ചു. BCCIയുടെ പ്രതിനിധി ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡിലെ ഉന്നതരുമായി ഇത് സംബന്ധിച്ച ചർച്ച നടത്തി. BCCI എന്ന ശക്തരായ ക്രിക്കറ്റ് ബോർഡിനെ പിണക്കാൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് തയ്യാറായില്ല. ICC നിയമിച്ച ന്യൂസിലൻഡിന്റെ ഹൈക്കോടതി ജഡ്ജ് തക്കതായ തെളിവില്ല എന്ന കാരണത്താൽ ഹർഭജന് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചു. വംശീയമായി അധിക്ഷേപിക്കപ്പെട്ടിട്ടും തനിക്ക് അനുകൂലമായി വിധി വന്നില്ലെന്നത് സൈമൺസിനെ മാനസികമായി തളർത്തി. 2005-ൽ ബംഗ്ലാദേശിനെതിരായ ഏകദിന മത്സരത്തിന് മുന്നോടിയായി മദ്യപാനത്തിന്റെ പേരിൽ സൈമൺസിനെ ടീമിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെങ്കിലും മറ്റ് അച്ചടക്ക നടപടികൾ ഒന്നും തന്നെ സൈമൺസിനെതിരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ മങ്കി ഗേറ്റ് അതെല്ലാം മാറ്റിമറിച്ചു. പതുക്കെ സൈമൺസ് അമിത മദ്യപാനിയായി. ടീം മീറ്റിങ്ങിന് വരാതെ മീൻ പിടിക്കാൻ പോവുക, പബ്ബിൽ വന്ന ആൾക്കാരുമായി തല്ലുണ്ടാക്കുക, ഗ്രൗണ്ടിലേക്ക് ഓടിക്കേറിയ ഒരാളെ തോളുകൊണ്ട് ഇടിച്ചു വീഴ്ത്തുക, അങ്ങനെ വിവാദങ്ങൾ സൈമൺസിന്റെ കരിയറിൽ തുടർക്കഥയായി. ഒടുവിൽ 2009 T20 വേൾഡ് കപ്പ് ടീമിൽ നിന്ന് പറഞ്ഞു വിട്ടതോടെ സംഭവബഹുലമായ സൈമൺസിന്റെ ക്രിക്കറ്റ് കരിയർ അവസാനിച്ചു. 2022 മെയ് 15-ന് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിൽ നടന്ന കാർ അപകടത്തിൽ സൈമൺസ് കൊല്ലപ്പെട്ടു.
ഇതിഹാസ താരം ഷെയ്ൻ വോണിന്റെ മരണത്തിന്റെ ഞെട്ടൽ മാറും മുമ്പായിരുന്നു സൈമൺസിന്റെ വിടവാങ്ങൽ. ഒരിക്കലെങ്കിലും സൈമൺസിന്റെ ആക്രമണ ബാറ്റിങ്ങോ ഫീൽഡിങ്ങോ കണ്ടിട്ടുള്ളവർ ആരും തന്നെ അദ്ദേഹത്തെ മറക്കില്ല. ക്രിക്കറ്റിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ കളിക്കാരുടെ ലിസ്റ്റിൽ മുന്നിൽ തന്നെ സൈമൺസ് എന്ന താരമുണ്ടാകും എന്നത് നിസ്സംശയം തന്നെ പറയാൻ സാധിക്കും.